ഹൃദയത്തിൽ നിന്നും അഗ്നിനാളമായി ആത്മാവേ വരണേ. പുറകെട്ടുപോയ ഉപ്പായ എന്നെ പുറകൂട്ടിയിടണമേ. കനലുകളൂതി തീയാക്കൂ, എൻ്റെ കുറവുകളെല്ലാം നിറവാക്കൂ. കനലുകളൂതി തീയാക്കൂ, എൻ്റെ കുറവുകളെല്ലാം നിറവാക്കൂ. ആത്മാവേ റൂഹായേ എന്നിൽ കത്തിപ്പടരണമേ. ആത്മാവേ റൂഹായേ എന്നിൽ കത്തിപ്പടരണമേ. ആത്മാവെന്നെ നയിക്കും പോലെൻ ജീവിത പാതയിൽ തുടരാൻ. ആത്മാവെന്നെ നയിക്കും പോലെൻ ജീവിത പാതയിൽ തുടരാൻ. കാറ്റിലുയരും ഇല പോലെ ആത്മാവിൻ ശക്തിയിലുയരാൻ. കാറ്റിലുയരും ഇല പോലെ ആത്മാവിൻ ശക്തിയിലുയരാൻ. അഭിഷേകം നീ ചൊരിയണമേ, വരദാനങ്ങൾ നൽകണമേ. അഭിഷേകം നീ ചൊരിയണമേ, വരദാനങ്ങൾ നൽകണമേ. ആത്മാവേ റൂഹായേ എന്നിൽ കത്തിപ്പടരണമേ. ആത്മാവേ റൂഹായേ എന്നിൽ കത്തിപ്പടരണമേ. ലോകമെങ്ങും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കാത്തതാണ് എൻ്റെ നിങ്ങളുടെയൊക്കെ ദുരിതത്തിന് കാരണം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പൊ 24 മണിക്കൂറിൽ ഇങ്ങനെ 4-5 മണിക്കൂർ മാത്രം സുവിശേഷം കേൾക്കുകയും പറയാനൊന്നും അവസരമില്ലാത്തതുകൊണ്ട്, അച്ഛന്മാർ സംസാരിക്കാൻ അവസരം കൊടുക്കാത്തതുകൊണ്ട്, തന്നെയല്ല ഇങ്ങനെ ഇടമുറിയാതെ ശുശ്രൂഷ പോകുന്നത് കൊണ്ട്, ഇനി ചെറിയൊരു അവസരം കിട്ടുന്ന സമയത്ത് നമ്മുടെ വായിൽ ബ്രെഡ് ആയിരിക്കുന്നത് കൊണ്ട് അധികം കുറ്റം പറയാനൊന്നും അവസരം കിട്ടുന്നില്ലാത്തതുകൊണ്ട് കുറേ ദൈവാനുഗ്രഹം കൺവെൻഷന് പോകുമ്പോഴും ധ്യാനത്തിന് പോകുമ്പോഴൊക്കെ കിട്ടും. നിങ്ങൾ വിചാരിക്കും എങ്ങനെയാ ഈ കൺവെൻഷൻ സ്ഥലങ്ങളിൽ ഇത്ര അനുഗ്രഹം കിട്ടുന്നത്? ഇടവപ്പള്ളി പോയി ഇത്ര അനുഗ്രഹം കിട്ടാറില്ലല്ലോ. ഉണ്ടോ? ഇല്ല. ഒരു ധ്യാനം കൂടുമ്പോൾ, ഒരു കൺവെൻഷൻ കൂടുമ്പോൾ എന്തുമാത്രം അത്ഭുതം കടാനങ്ങൾ സംഭവിക്കുന്നു. ഒറ്റ കാര്യമുള്ളൂ, സുവിശേഷം കേൾക്കുകയും നമ്മുടെ നാവിന് റെസ്റ്റ് കൊടുക്കുകയും ചെയ്യുമ്പോൾ തമ്പുരാൻ തന്നെ പ്രവർത്തിക്കും. സാക്ഷ്യപ്പെടുത്തുകയാണ് ദൈവം. ബോബി അച്ഛൻ പറഞ്ഞതുപോലെ ദൈവം തൻ്റെ വചനത്തെ സാക്ഷ്യപ്പെടുത്തുകയാണ്. കാരണം നമ്മുടെ നാവ് അത്രമാത്രം ദുഷ്ടതയുള്ള ഒരു സാധനമാണ്. ഹല്ലേലൂയാ. എൻ്റെ നിങ്ങളുടെയൊക്കെ ഹല്ലേലൂയാ. യാക്കോബിന്റെ ലേഖനത്തിൽ 3-ാമത്തെ അധ്യായം വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കും, നാവ് ദുഷ്ടതയുടെ ഒരു ലോകമാണ്. അതുകൊണ്ട് സുവിശേഷം പറയാനുള്ള നാവിനെ സുവിശേഷം എല്ലാ സൃഷ്ടികളോടും നിങ്ങളൊന്ന് പറഞ്ഞു നോക്കി. ഇന്ന് വൈകിട്ട് പോയി ബൈബിൾ എടുക്കാതെ നിങ്ങൾ സുവിശേഷം പറഞ്ഞു നോക്കിയേ. എല്ലാത്തിനോടും, നിങ്ങളുടെ സാഹചര്യങ്ങളോട്, കുടുംബത്തിലെ അവസ്ഥകളോട്. ഇവിടെ ഇരിക്കുമ്പോൾ ചിന്തിക്കുന്ന ഒരു കാര്യം, ചിലരൊക്കെ ചിന്തയിൽ പോകുന്നത്, അയ്യോ ഇനി ഞാൻ ആ നരകത്തിലേക്കാണല്ലോ കയറി പോകേണ്ടത് എന്ന് ഓർത്ത് ഇവിടെ ഇരിക്കുന്ന ആൾക്കാരുണ്ട്. അച്ഛനോടൊന്ന് ചോദിച്ചാൽ ഇവിടെ ഏതെങ്കിലും റൂം കിട്ടുമോ? 2 ദിവസത്തേക്കെങ്കിൽ 2 ദിവസത്തേക്ക്. അങ്ങനെ ചിന്തിക്കുമ്പോൾ തന്നെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഉള്ളിലും നമ്മുടെ മനസ്സുകൊണ്ട് നമ്മൾ പ്രഘോഷിക്കുന്നത് സുവിശേഷമല്ല, ദുർവിശേഷ. അത് തന്നെ അവിടെ സംഭവിക്കും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. കാരണം കർത്താവ് പറയുന്നു, നിങ്ങൾ സുവിശേഷം ലോകമെങ്ങും പോയി സകല സൃഷ്ടികളോടും, ദൈവം സൃഷ്ടിച്ച എല്ലാറ്റിനോടും സുവിശേഷം മാത്രം പറയുക. ഈ നശിച്ച കിണർ, ഈ നശിച്ച വെള്ളം, ഈ നശിച്ച വീട്, ഇതൊക്കെ സുവിശേഷമാണോ? ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അതായത് പ്രിയപ്പെട്ടവരെ, അച്ഛൻ പറഞ്ഞതുപോലെ നമുക്ക് കിട്ടിയിരിക്കുന്ന അവസ്ഥകളെ സന്തോഷത്തോടെ സ്വീകരിക്കാൻ പറ്റാത്തതിന്റെ പ്രശ്നം അത്. നമ്മുടെ വെറുപ്പ് ആരോടെന്നറിയാവോ? ആരോടെ നമ്മുടെ വെറുപ്പ്? നമ്മുടെ ഉള്ളില് നമ്മുടെ സഹോദരങ്ങളോട്, അല്ലെങ്കിൽ എൻ്റെ ജീവിത പങ്കാളിയോട്, എൻ്റെ മക്കളോട്, എൻ്റെ അയൽവക്കംകാരനോട്, അല്ലെങ്കിൽ എൻ്റെ മാതാപിതാക്കളോട് എനിക്ക് ക്ഷമിക്കാൻ പറ്റാത്തതിന് കാരണം
അവരെ ആ തലത്തിലാക്കി, അതായത് അവരെ എനിക്ക് നൽകിയ ദൈവത്തോട് എനിക്ക് ക്ഷമിക്കാൻ പറ്റാത്തത് കൊണ്ടാണ്. അതാണ് അച്ഛൻ പറഞ്ഞത്, ഈറ്റ് വാട്ട് ഈസ് സെറ്റ് ബിഫോർ യു. നിന്റെ മുമ്പിൽ വിളമ്പിയത് സന്തോഷത്തോടെ ഭക്ഷിക്കാൻ പഠിക്കണം. നിന്റെ മുമ്പിൽ വിളമ്പിയിരിക്കുന്നത് എന്തോ അത് സന്തോഷത്തോടെ സ്വീകരിക്കുക. സത്യം പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. മദ്യപാനിയായ നിന്റെ ജീവിത പങ്കാളിയെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുക. ദുർനടത്തത്തിലൂടെ വഴിതെറ്റി പോകുന്ന നിന്റെ മക്കളെ ഓർത്ത് നീ ദൈവത്തിന് നന്ദി പറയുക. കാരണം നിനക്ക് കണ്ണും കാതും ഉള്ളതുകൊണ്ടൊക്കെ ആണല്ലോ ഇതൊക്കെ കാണാനും കേൾക്കാനും പറ്റുന്നത്. അപ്പൊ അതിനും നന്ദി പറയണം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അങ്ങനെ നമുക്ക് പ്രിയപ്പെട്ടവരെ മാറ്റിയെടുക്കാം. അതുകൊണ്ട് ഈ കൽപ്പന, ഈശോ ഈ കൽപ്പന നൽകിയിട്ട പിതാവ് ഏൽപ്പിച്ച ദൗത്യം ഈശോ നിർവഹിച്ചത് മാത്രമല്ല, നിർവഹിച്ച് അവസാനമായപ്പോ ഒരു വലിയ ഭാരം അപ്പസ്തോലന്മാരുടെ ചുമലിലേക്ക് വെച്ചു കൊടുത്തിട്ടാ പോകുന്നത്. നിങ്ങൾ ലോകമെങ്ങും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കണം. എൻ്റെ പ്രിയപ്പെട്ടവർ, അതുകൊണ്ട് ഏതെങ്കിലും വ്യക്തിയെ കുറിച്ച് നിങ്ങൾക്ക് ക്ഷമിക്കാൻ പറ്റാതെ ഉള്ളിൽ കിടപ്പുണ്ട്, വിദ്വേഷവും പകയും കിടപ്പുണ്ടെങ്കിൽ, ക്ഷമിക്കാൻ പറ്റാതെ കിടപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആരാധനയ്ക്ക് മുമ്പ് പോകാം. കാരണം അത്ര നേരത്തെ വീട്ടിൽ ചെല്ലാം. ഹല്ലേലൂയാ. ഇനി ധ്യാനം കൂടിയിട്ടും കാര്യമില്ല. ഞാൻ എത്ര പേരുടെ കേട്ടു, എൻ്റെ അച്ഛൻ അതൊക്കെ പറയാം, പക്ഷെ എന്നാലും എങ്ങനെ ക്ഷമിക്കാൻ പറ്റുക അച്ഛാ? ഈ എന്നാലും എന്ന് പറഞ്ഞ വാക്ക് തന്നെ ഏറ്റവും വലിയ വശം. ഹല്ലേലൂയാ. അച്ഛൻ അതൊക്കെ പറയാം. ഞാൻ അരുവിത്തറ പള്ളിയിൽ ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി, അരുവിത്തറക്കാരുണ്ടാവും, ശുശ്രൂഷയ്ക്ക് വേണ്ടി വന്ന ദിവസം ഞാൻ ഓർക്കാം. അന്ന് വൈകുന്നേരത്തെ ഏകദിന ശുശ്രൂഷയ്ക്ക് വചനം പറഞ്ഞു. ഞാൻ ഈ ക്ഷമിക്കുന്ന സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞ് ക്ലാസ് കഴിഞ്ഞിട്ട് പുറത്തേക്ക് വന്നു. എൻ്റെ പെങ്ങളെ അവിടെ വിവാഹം ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പുറത്തേക്ക് വന്നു. ഞാൻ പെട്ടെന്ന് വണ്ടിയെ കയറി പോന്നു. ഞാൻ അവിടെ നിൽക്കാനായിട്ട് ശ്രമിച്ചില്ല. അതിനുശേഷം എൻ്റെ സഹോദരി എന്നെ കണ്ടപ്പോൾ ചോദിക്കുക, അച്ഛൻ എന്താ പെട്ടെന്ന് പോയത്? അച്ഛനെ കാണാനും പ്രാർത്ഥിക്കാനും വേണ്ടി അവിടെ കുറച്ച് പേരൊക്കെ നിൽപ്പുണ്ടായിരുന്നു. ഞങ്ങളും അവിടെ നിൽപ്പുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, അവിടെ നിൽക്കുന്നത് അത്ര പന്തിയല്ലാന്ന് എനിക്ക് തോന്നിയോണ്ട് ഞാൻ പോകുന്നതാണ്. കാരണം ക്ഷമയെക്കുറിച്ചാണ് പറഞ്ഞത്. ഞാൻ ക്ഷമിക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ ഒരു കാര്യം കൂടെ പറഞ്ഞു. ക്ഷമയുടെ നെല്ലിപ്പലക എന്ന് പറയുന്ന ഒരു പലകയില്ല. ക്ഷമയ്ക്ക് ആകപ്പാടെ ഞാൻ കണ്ടിരിക്കുന്ന ഒരു പലകയേ ഉള്ളൂ, ലോകം കണ്ടിരിക്കുന്ന ഒരു പലകയേ ഉള്ളൂ. ആ പലകയുടെ പേര് കുരിശിലെ പലക എന്നാണ്. മരണത്തോളം ക്ഷമിക്കുക എന്നുള്ളത്. അതാണ് ദൈവം നമുക്ക് കാണിച്ചു തന്നിരിക്കുന്ന വലിയ മാതൃക. ജീവിതകാലം മുഴുവൻ ക്ഷമിക്കുക, താഴ്ന്നു കൊടുക്കുക. എത്രമാത്രം എന്ന് ചോദിക്കരുത്. കാരണം ദൈവം കാണിച്ചു തന്ന മാതൃക മാത്രമേ നമുക്ക് മുമ്പിൽ മാതൃകയായിട്ടുള്ളൂ. കുരിശോളം, അതായത് മരണത്തോളം, അവസാന നിമിഷം വരെ ക്ഷമിക്കുക. അത് പ്രിയപ്പെട്ടവർ ഇവിടെ ഇരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോ? നിങ്ങൾ ഒരുപാട് ക്ഷമിച്ചു എന്ന് പറഞ്ഞു, ഇനിയും ഉണ്ടെന്നേ ക്ഷമിക്കാൻ. മരിക്കുന്നതും വരെ ക്ഷമിക്കുക. ഹല്ലേലൂയാ. ഒന്നുമില്ലെങ്കിൽ അച്ഛൻ ഒഫീസിൽ എല്ലാം വരുമ്പോൾ, പാർട്ടി പാടാൻ വരുമ്പോൾ ഒത്തിരി സഹിച്ച മകളാണ്, ഒത്തിരി ക്ഷമിച്ച മകനാണെന്നൊക്കെ പറഞ്ഞോളൂ. അതെങ്കിലും ഉണ്ടാവും. ഹല്ലേലൂയാ. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയാ. ക്ഷമിക്കുന്നേ. അപ്പൊ ഞാൻ ഇത് കഴിഞ്ഞിട്ട് എൻ്റെ സഹോദരൻ എന്നോട് പറഞ്ഞിട്ട്, അച്ഛാ അവിടെ കള്ളുകൂടിയും നിൽപ്പുണ്ടായിരുന്നു. പുള്ളി വഴി നിന്നെങ്ങാണ്ട് അച്ഛൻ പറയുന്ന ഈ കാര്യം കേട്ട്, ഏത് ഈ ക്ഷമിക്കാൻ പറഞ്ഞത്, കുരിശോളം ക്ഷമിക്കാനും മരണത്തോളം ക്ഷമിക്കാനും ക്ഷമയുടെ നെല്ലിപ്പലക എന്ന് പറയുന്ന ഒരു പലകയില്ലെന്നും. ഈ പുള്ളി അവിടെ നിന്നിട്ട് പറയാണ്, ആ അച്ഛൻ എവിടെയാണെന്നൊന്ന് കാണിച്ചു തരാവോ? ക്ഷമയുടെ നെല്ലിപ്പലക അച്ഛൻ കണ്ടിട്ടില്ല, ഞാൻ കണ്ടിട്ടുണ്ട്. അച്ഛന് കാണിച്ചു കൊടുക്കാൻ വേണ്ടി ഞാൻ ഇവിടെ നിന്നു. ഹല്ലേലൂയാ. അതുകൊണ്ട് മനസ്സിലായില്ലേ ഇപ്പോൾ ഓരോ സ്ഥലത്ത് കൺവെൻഷൻ കഴിഞ്ഞിട്ട് ധ്യാനം കഴിഞ്ഞിട്ട് ഓടുന്ന എന്താന്ന്? ഇതുപോലുള്ള അപകടങ്ങളൊക്കെ അവിടെ ഉണ്ടാവും. അപ്പോൾ ആ മനുഷ്യനെ ഒരുപാട് ക്ഷമിക്കുന്നുണ്ടാവും. ക്ഷമിക്കാൻ പറ്റാത്തത് കൊണ്ടായിരിക്കും അവസാനം കള്ള് കുടിച്ച് ബോധം നശിച്ച് വീട്ടിലെത്തുന്നത്. അങ്ങനെയുണ്ട്. അത് വേറൊരു സാഹചര്യം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഏതായാലും പ്രിയപ്പെട്ടവരെ, ക്ഷമിക്കാൻ കർത്താവ് നമ്മളോട് ആവശ്യപ്പെടുന്നത് മറ്റൊന്നിനു വേണ്ടിയല്ല. റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ നമ്മളോട് ക്ഷമിക്കാൻ പറയുന്നത് മറ്റൊന്നിനു വേണ്ടിയല്ല, ദൈവത്തിന് പ്രവർത്തിക്കാൻ വേണ്ടിയാ. ഞാൻ പറഞ്ഞല്ലോ, ക്ഷമിക്കാൻ പറ്റാത്ത മേഖലകൾ ദൈവാനുഗ്രഹത്തിന്റെ തടസ്സമായിട്ടുള്ള ബന്ധനങ്ങളാണ്. നിങ്ങൾ ഈ ബന്ധനം എന്ന് വെറുതെ ഒരു നല്ല വാക്ക്, ഡിക്ഷണറിക്ക് ഒരു നല്ല വാക്ക് കിട്ടി. എന്ത് ബന്ധനം എന്ന് പറഞ്ഞാൽ എന്താ? ദൈവം പ്രവർത്തിക്കാത്ത അവസ്ഥ. നമ്മൾ ആഗ്രഹിച്ചിട്ടും നമ്മൾ ആഗ്രഹിക്കുന്ന വഴിയെ പോകാൻ പറ്റാത്ത അവസ്ഥ, തുറക്കപ്പെടാത്ത കിടക്കുന്ന ചില വഴികൾ. ഹല്ലേലൂയാ. അത് എന്തുകൊണ്ട് തുറക്കാം? ഒരു പ്രധാനപ്പെട്ട മേഖലയാണ് പ്രിയപ്പെട്ടവർ ഈ സഹോദരങ്ങളുമായിട്ടുള്ള ബന്ധം. അതുകൊണ്ട് എന്തുകൊണ്ടാണ് ദൈവം പഠിപ്പിക്കുന്നത്? റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 12-ാമത്തെ അധ്യായം 19-ാമത്തെ വചനം ഇപ്രകാരം പഠിപ്പിക്കുന്നു: പ്രിയപ്പെട്ടവരെ, പ്രതികാരം നിങ്ങൾ തന്നെ ചെയ്യാതെ അത് ദൈവത്തിന്റെ ക്രോധത്തിന് വിട്ടേക്കുക. എന്തെന്നാൽ ഇപ്രകാരം എഴുതപ്പെട്ടിരിക്കുന്നു, പ്രതികാരം എന്റേതാണ്, ഞാൻ പകരം വീട്ടും എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. സത്യം പറഞ്ഞ ഹല്ലേലൂയാ. അതായത് നിന്നെ വേദനിപ്പിച്ച വ്യക്തി, നിന്നെ തല്ലി ഇല്ലാതാക്കിയ വ്യക്തി, നിന്നെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന വ്യക്തിയോടുള്ള പ്രതികാര ചിന്ത നിന്റെ ഉള്ളിലുണ്ടെങ്കിൽ ആ കേസ് ആരെ ഏൽപ്പിക്കുക? ആ കേസ് കർത്താവിനെ ഏൽപ്പിക്കുക. നീ വാദിച്ചാൽ ജയിക്കാൻ പോകുന്നില്ല. നീ പ്രതികാരം ചെയ്താൽ ഒരിക്കലും ജയിക്കാൻ പോകുന്നില്ല. കാരണം എന്താണ്? ഈ പ്രതികാരം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ
അത് പുണ്യമാണോ പാപമാണോ? ദൈവശാസ്ത്ര പ്രകാരം പുണ്യമാണോ പാപമാണോ? പാപമാണ്. ഹല്ലേലൂയ. സൈക്കോളജി പ്രകാരം ഈ പ്രതികാരം എന്ന് പറയുന്നത് പോസിറ്റീവാണോ നെഗറ്റീവാണോ? പോസിറ്റീവാണോ നെഗറ്റീവാണോ? നെഗറ്റീവാണ്. അപ്പൊ എന്തുകൊണ്ടും നമുക്ക് പറ്റിയ നെഗറ്റീവാണ്, ഇത് പാപമാണ്. അതായത് നീ പ്രതികാരം ചെയ്യുമ്പോൾ നീ എടുത്ത് ഉപയോഗിക്കുന്നത് പിശാചിന്റെ നല്ല ഒന്നാന്തരം ആയുധമാണ്. ഒന്നാന്തരം പിശാചിന്റെ ആയുധം എടുത്ത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. കോപം, പ്രതികാരം പിശാചിന്റെ ആയുധമാണ്. ഈ ആയുധം എടുത്ത് നീ ഉപയോഗിക്കുമ്പോ പ്രിയപ്പെട്ടവരെ നീ പരാജയപ്പെടും. കാരണം നീ എടുത്തിരിക്കുന്നത് നീ എടുക്കേണ്ട ആയുധമല്ല. നീ എടുക്കേണ്ട ആയുധമല്ല നീ എടുത്തിരിക്കുന്നത്. നീ എടുക്കേണ്ട ആയുധം ക്ഷമ. ക്ഷമ എന്ന് പറയുന്നത് പാപമാണോ പുണ്യമാണോ? പുണ്യമാണ്. ക്ഷമ എന്ന് പറയുന്നത് സൈക്കോളജി പ്രകാരം പോസിറ്റീവാണോ നെഗറ്റീവാണോ? പോസിറ്റീവാണ്. പ്രിയപ്പെട്ടവരെ അതെടുത്ത് നീ ഉപയോഗിക്കുമ്പോൾ, നീ ഈ പുണ്യം എടുത്ത് ഉപയോഗിക്കുമ്പോൾ നീ ദൈവത്തിന്റെ ആയുധം നിന്റെ കയ്യിൽ എന്തുക? ക്ഷമ എന്ന ആയുധം. അതുകൊണ്ടാണ് കർത്താവ് പഠിപ്പിക്കുന്നത്, വചനം പഠിപ്പിക്കുന്നത്, പ്രിയപ്പെട്ടവരെ പ്രതികാരം നിങ്ങൾ തന്നെ ചെയ്യാതെ, മക്കളെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ തന്നെ ചെയ്യാതെ പ്രതികാരം എനിക്ക് വിട്ടുതരിക, എന്റേതാണ്, ഞാൻ പ്രതികാരം എന്റേതാണ്, ഞാൻ പകരം വീട്ടുമെന്ന് കർത്താവ് അരുളിച്ചത്. പകരം വീട്ടും, ഉറപ്പാ തരുന്നത്. ശരി പറഞ്ഞ ഹല്ലേലൂയ. ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും ചെറുതായിട്ടെങ്കിലും ആരോടെങ്കിലും നിന്റെ മാതാപിതാക്കളോടോ ജീവിത പങ്കാളിയോടോ മക്കളോടോ അയൽവക്കംകാരോടോ നിന്നെ വേദനിപ്പിക്കുന്നവരോടോ നിനക്കെതിരെ കള്ളക്കേസ് കൊടുത്ത വ്യക്തിയോടോ ക്ഷമിക്കാൻ പറ്റാത്ത വിധത്തിൽ നിന്റെ ഉള്ളിൽ ഒരു പ്രതികാര ചിന്ത കിടപ്പുണ്ടെങ്കിൽ ഇന്ന് കർത്താവ് പറയുന്നു, അത് നീ എനിക്ക് വിട്ടുതരിക, ഞാൻ പ്രതികാരം ചെയ്ത് കാണിക്കാം, മധുര പ്രതികാരം ചെയ്ത് കാണിക്കാം. അതെങ്ങനെ? ഉദാഹരണം ഏതാ? ഉദാഹരണം പെസഹ വ്യാഴാഴ്ച രാത്രി നടന്ന ഉദാഹരണം. ശത്രു തൊട്ടടുത്തിരിപ്പുണ്ട്. അവന് വിശന്നപ്പോൾ ഭക്ഷണവും കൊടുത്തു, അപ്പവും കൊടുത്തു, ദാഹിച്ചപ്പോൾ എന്തും കൊടുത്തു? കുടിക്കാനും കൊടുത്തു. എന്താ കൊടുത്തത്? തൻ്റെ ശരീരവും രക്തവും. വിശുദ്ധ കുർബാന എന്ന് പറയുന്നത് പ്രിയപ്പെട്ടവരെ ദൈവം അയോഗ്യതയുള്ള ഈ ലോകത്തിൽ നൽകിയിരിക്കുന്ന യോഗ്യതയിലേക്ക് നമ്മളെ കൈപിടിച്ചുയർത്തുന്ന അപ്പവും വീഞ്ഞുമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്കറിയാം, നമുക്ക് ജീവിതത്തിൽ ഏറ്റവും അത്യന്താപേക്ഷിതമാണ് അപ്പവും എന്താണ്? വെള്ളവും. അയോഗ്യത നിറഞ്ഞ ഈ ലോകത്തിലേക്ക് യോഗ്യത നൽകാൻ വേണ്ടി ദൈവം തന്റെ പുത്രന്റെ ശരീരവും രക്തവും നമുക്ക് വേണ്ടി പങ്കുവെച്ചു തരികയാണ്. അതുകൊണ്ട് കർത്താവ് പറയുന്നു, നിന്റെ ശത്രു മാത്രമല്ല, ഈ പറഞ്ഞിട്ട് പോയാൽ പോരാ. ഇപ്പോൾ ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചു, നിങ്ങൾ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിച്ചപ്പോൾ തീർച്ചയായിട്ടും ആരോടെങ്കിലും ക്ഷമിക്കാനുണ്ടെങ്കിൽ നിങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. പക്ഷെ പറഞ്ഞിട്ട് പോയാൽ മാത്രം പോരാ. പിന്നെയോ ഇന്ന് പരീക്ഷയൊക്കെ തിയറിയും പ്രാക്ടിക്കലൂടെ കൂടിയതാ. ഹല്ലേലൂയ. പണ്ടായിരുന്നു വെറുതെ തിയറി എഴുതിയിട്ട് വന്നു. തിയറിയും പ്രാക്ടിക്കലും ഉണ്ട്. കൊച്ചു കുഞ്ഞുങ്ങളാണ്, 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ കാണത്തില്ലേ വന്നിരുന്ന് വർക്ക് ചെയ്യുന്നത്. എന്തുമാത്രം അസൈൻമെന്റ്. അതിന് പറയാൻ പോലും അറിയില്ല. അസൈൻമെന്റ് എന്ന് പറയാൻ അറിയത്തില്ല, പക്ഷെ എന്നാലും അതിന് അസൈൻമെന്റ് ഉണ്ട്. ഹല്ലേലൂയ. അതിന് തിയറിയും പ്രാക്ടിക്കലും കൂടെ കൂടിയാലേ പ്രിയപ്പെട്ടവരെ ജീവിതം വിജയിക്കും. ഈശോ വചനം, കർത്താവ് പറയുന്ന വചനത്തിനകത്ത് ഈ തിയറി മാത്രമല്ല പ്രാക്ടിക്കലും കൂടിയുണ്ട്. എന്താ പറയുന്നത്? നിന്റെ ശത്രുവിന് വിശക്കുന്നെങ്കിൽ ഭക്ഷിക്കാനും ദാഹിക്കുന്നെങ്കിൽ കുടിക്കാനും കൊടുക്കുക, ഇതുവഴി നീ അവന്റെ തലയിൽ തീക്കനലുകൾ കൂന കൂട്ടും. ഹല്ലേലൂയ. രാത്രി ഇന്ന് വൈകുന്നേരം പോയിട്ട് ആർക്കെങ്കിലും ശത്രുവിന്റെ തലയിൽ തീക്കനൽ, ഇങ്ങനെ തീ പുകയുന്ന തലയുമായിട്ട് നടക്കുന്ന ശത്രുവിനെ കാണണമെങ്കിൽ ഇന്ന് വൈകുന്നേരത്തെ അത്താഴത്തിന്, പക്ഷെ പറഞ്ഞണം കൺവെൻഷന് പോയിട്ട് വന്നിട്ട്, അല്ലെങ്കിൽ അവർക്ക് വല്ല സോപ്പും കലക്കി തീറ്റിക്കാനാന്ന് ഓർത്ത് വിളിച്ചാൽ വരികയല്ല, ഒരു ശത്രുവും വരികയല്ല. ഹല്ലേലൂയ. അതിനു മുമ്പ് പോയി കുമ്പസാരിച്ച് ഏതെങ്കിലും വ്യക്തികളോട് ക്ഷമിക്കാനുണ്ടെങ്കിൽ ക്ഷമിച്ച്, നമ്മുടെ ഏതെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ അതും പുറത്ത് കർത്താവിനോട് മാപ്പ് ചോദിച്ചിട്ട് വേണം പ്രിയപ്പെട്ടവരെ ഇങ്ങനെ പ്രവർത്തിക്കാൻ. ഈശോ പറയുന്നു, കർത്താവ് വചനം പഠിപ്പിക്കുകയാണ്, എന്താണ്? നിന്റെ ശത്രുവിന് വിശക്കുന്നെങ്കിൽ അവന് ഭക്ഷണവും ദാഹിക്കുന്നെങ്കിൽ കുടിക്കാനും കൊടുക്കുക, അതുവഴി നീ അവന്റെ തലയിൽ തീക്കനൽ കൂന കൂട്ടും. ശത്രു എന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾ ആരും അയലോകത്തുള്ളവരെ ആരും നോക്കണ്ട, അടുത്ത് നിങ്ങളുടെ വീട്ടിനകത്ത് തന്നെ ശത്രു ഉണ്ടായിരിക്കുമല്ലോ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ ചിന്തിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ മാനത്തുനിന്ന് പൊട്ടി വീണമെന്നൊന്നുമല്ലല്ലോ, ഞാനും ഒരു കുടുംബത്തിൽ ജനിച്ചു വളർന്ന ആളല്ലേ. അതുകൊണ്ട് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായിരിക്കും കാലങ്ങളായിട്ട് ഇങ്ങനെ. ഞാനൊരു അച്ഛൻ പറയുന്നത് കേട്ടിട്ടുണ്ട്, ശരിക്കും സമരിയാക്കാരന്റെ ഉപമ. ജെറുസലേമിൽ നിന്നും ജെറിക്കോയിലേക്ക് പോകുന്ന വഴിയരികിൽ കിടക്കുന്ന ഒരു അവശനായ മൃതപ്രായനായ ഒരു മനുഷ്യൻ അല്ലേ. എന്നിട്ട് പറയുകയാണ്, ഈ ജെറുസലേമിൽ നിന്നും ജെറിക്കോയിലേക്ക് പോകുന്ന വഴി കടന്നു പോകുന്നത് നിന്റെ വീടിന്റെ നടുവിലൂടെയാണെന്ന് നീ അങ്ങ് ചിന്തിച്ചേ. അതിന്റെ അരികിൽ എത്രയോ പേര് കിടപ്പുണ്ട് നിന്റെ ഒരു വാക്കിന് വേണ്ടി. പ്രിയപ്പെട്ടവരെ, ക്ഷമിക്കാൻ പറ്റാത്തതായിട്ടൊന്നുമില്ല. ദൈവാനുഗ്രഹം. അതുകൊണ്ട് ബന്ധനങ്ങള്, എല്ലാ ബന്ധനങ്ങളുടെയും ഏറ്റവും പ്രധാനപ്പെട്ട കാരണം കാണപ്പെടുന്ന ദൈവത്തെ, അതായത് കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാൻ പറ്റാത്തതാ.
സ്നേഹം എന്ന് പറയുന്നത് കൊടുക്കുന്നതാണ്, നമുക്കൊക്കെ അറിയാം. അതുകൊണ്ട് ആരോടെങ്കിലും വിദ്വേഷം വകയുണ്ടെങ്കിൽ അവരെ സ്നേഹിക്കണം. കാണപ്പെടുന്ന കാരണം ദൈവം തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചിരിക്കുന്ന, യേശുവിൻ്റെ അതേ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചിരിക്കുന്ന ഏതെങ്കിലും വ്യക്തിയോട്, അത് ക്രൈസ്തവനോ അക്രൈസ്തവനോ ആയിക്കോട്ടെ, ആ വ്യക്തിയോട് ക്ഷമിച്ച് പ്രാർത്ഥിക്കണം. എങ്കിൽ മാത്രമേ ദൈവാനുഗ്രഹം നമ്മളിലേക്ക് ഒഴുകൂ. യോഹന്നാന്റെ സുവിശേഷം വീണ്ടും 15-ാമത്തെ അധ്യായത്തിൽ ഇപ്രകാരം പഠിപ്പിക്കുന്നു: നിങ്ങൾ എന്നെ തെരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിങ്ങളെ തെരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. നിങ്ങൾ പോയി ഫലം പുറപ്പെടുവിക്കുന്നതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കുന്നതിനും വേണ്ടി ഞാൻ നിങ്ങളെ നിയോഗിച്ചിരിക്കുന്നു. എന്നിട്ട് പറയുകയാണ്, തന്മൂലം നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നത് എന്തും അവിടുന്ന് നിങ്ങൾക്ക് നൽകും. ഞാൻ നിങ്ങളോട് പറയുന്നു, പരസ്പരം സ്നേഹിക്കുവിൻ. ഉച്ചത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. വളരെ ശ്രദ്ധാപൂർവ്വം കേൾക്കണം. ഈ സുവിശേഷ ഭാഗം, അതായത് യോഹന്നാന്റെ സുവിശേഷം 15-ാമത്തെ അധ്യായം മുന്തിരിച്ചെടിയും ശാഖകളുമാണ്. ഈശോ ഏറ്റവും തീക്ഷ്ണമായിട്ട് പറഞ്ഞ ഒരു ഭാഗമാണിത്. സുവിശേഷത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണിത്. മുന്തിരിച്ചെടിയും, ഞാനാണ് മുന്തിരിച്ചെടി, നിങ്ങൾ ശാഖകൾ. എന്നോട് ചേർന്ന് നിൽക്കുന്ന ഫലം പുറപ്പെടുവിക്കും. എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യുക സാധ്യമല്ല. ഇതൊക്കെ പറഞ്ഞിട്ട് ഈശോ 3 കാര്യങ്ങൾ പറയുകയാണ്. നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. അതെന്തിനു വേണ്ടിയാണ്? നിങ്ങൾ പോയി ഫലം പുറപ്പെടുവിക്കുന്നതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കുന്നതിനും. എൻ്റെ മക്കളെ, കർത്താവ് പറയുന്നു, ഞാൻ നിങ്ങളെ തെരഞ്ഞെടുത്തിരിക്കുന്നത് മനുഷ്യരായി, എൻ്റെ പുത്രന്റെ ഛായയിലും സാദൃശ്യത്തിലും നിങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നത്, നിങ്ങളെ ഞാൻ അയച്ചിരിക്കുന്നത്, ഈ ഭൂമിയിലേക്ക് അയച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? നിങ്ങൾ പോയി ഫലം പുറപ്പെടുവിക്കാൻ, നിലനിൽക്കുന്ന ഫലം പുറപ്പെടുവിക്കാൻ വേണ്ടിയാണ്. അപ്പൊ 1-ാമത്തെ കാര്യം, ദൈവം നമ്മളെ സൃഷ്ടിച്ച് നിയോഗിച്ചിരിക്കുന്നത് നിലനിൽക്കുന്ന ഫലം പുറപ്പെടുവിക്കാൻ വേണ്ടിയാണ്. നിലനിൽക്കുന്ന ഫലം ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 22 മുതലുള്ള വചനങ്ങൾ: സ്നേഹം, ആനന്ദം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, കരുണ, ആത്മസംയമനം, പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ. അതാണ് പ്രധാനപ്പെട്ട കാര്യം, ഫലം പുറപ്പെടുവിക്കാൻ. ഇനി 2-ാമത്തെ കാര്യം ഈശോ പറയുന്നു, തന്മൂലം നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നത് എന്തും നിങ്ങൾക്ക് നൽകും. അത് 2-ാമത്തെ കാര്യം. 3-ാമത്തെ കാര്യം ഈശോ പറയുകയാണ്, ഇനി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ. ഉച്ചത്തിൽ പറഞ്ഞ് ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നു, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ.